സാർ കേൾക്കുന്നുണ്ട്. ശരി, തുടങ്ങാം. ഒരു ക്വസ്റ്റ്യൻ എഴുതുമോ? The power measurement in an unbalanced three-phase circuit cannot be done by നാല് ഓപ്ഷൻ. പവർ മെഷർമെന്റ് in an unbalanced three-phase system cannot be done by ഏത് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പഠിച്ചതാ പവർ മെഷർമെന്റ് ഇൻ ത്രീ ഫേസ് സിസ്റ്റം. നമ്മുടെ ബേസിക്കിന്റെ അവസാനത്തോട്ട് സമയത്ത് പഠിച്ചതാ. പറഞ്ഞുതരൂ ആൻസർ. സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ്. ഓപ്ഷൻ എ ആണോ? അതെ സർ, സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ്. എല്ലാവർക്കും ഓക്കെ ആണോ? അതെ സർ. ബാക്കി ആരും ഒന്നും പറയുന്നില്ല. ജിജോ ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. ഓക്കെ. അൺബാലൻസ്ഡ് അത് പറ്റത്തില്ല. കാരണം 1 വാട്ട് മീറ്റർ മെത്തേഡ് ഒരു ഫേസിലെ പവർ മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അൺബാലൻസ് സിസ്റ്റം ആണെങ്കിൽ ടോട്ടൽ പവർ ഉറപ്പായിട്ട് എറർ ആയി പോവും. അപ്പൊ അത് സ്യൂട്ട് ആവത്തില്ല. അതാണ് അൺബാലൻസ്ഡ് മെത്തേഡിന്റെ കുഴപ്പം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Ferranti effect can be reduced by. Ferranti effect can be reduced by. Ferranti effect can be reduced by. Options: adding capacitors, B, adding reactors, C, adding resistances, D, none of the above. ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങാനും കണ്ടായിരുന്നോ? ഇന്നലെ ഒരു എങ്ങാണ്ട് കണ്ടായിരുന്നു അല്ലേ? ഇന്നലെ ഉണ്ടായിരുന്നു. എന്നിട്ട് എഴുതിയോ ആഡിങ് റിയാക്ടേഴ്സ് എന്ന്? ഇല്ല. എഴുതി. ആരാ എഴുതിയത്? അനു. അനു എന്താ റിയാക്ടേഴ്സ്? റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് റിയാക്റ്റീവ് പവർ ആഡ് ചെയ്യുക അല്ല. ഇൻഡക്ടറിനെയാണ് നമ്മൾ റിയാക്ടർ എന്നുള്ള ചുരുക്കപ്പേരിൽ വിളിക്കുന്നത്. റിയാക്റ്റീവ് പവർ ഉള്ള കമ്പോണന്റിന് റിയാക്റ്റീവ് കമ്പോണൻസ് എന്നാ ജനറലി വിളിക്കുക. റിയാക്ടർ എന്നുള്ള വാക്ക് ടെക്നിക്കലി സൂചിപ്പിക്കുന്നത് ഇൻഡക്ടറിനെയാണ്. ഓക്കെ ആണ്, ഇൻഡക്ടറിന്. ഇനി ഫെറാൻഡി എഫക്ട് എന്തുവാണെന്നും കൂടെ പറയാം. വാട്ട് ഈസ് ഫെറാൻഡി എഫക്ട്? പവർ സിസ്റ്റത്തിലെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഫെറാൻഡി എഫക്ട്. ഫെറാൻഡി എഫക്ട് അറിയാവുന്ന അത് തന്നെ. വിനോദ് പറഞ്ഞതും അനു പറഞ്ഞതും ശരിയാ. റിസീവിംഗ് എൻഡ് വോൾട്ടേജ് സെൻഡിങ് എൻഡിനേക്കാൾ കൂടുതലായിരിക്കും. നമ്മൾ ഒരു സ്ഥലത്തുനിന്ന്
വേറൊരു സ്ഥലത്തോട്ട് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഒരു സർക്യൂട്ട് പോലെ വരച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് പവർ ജനറേറ്റ് ചെയ്ത് ഒരു വലിയ ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്ത് ഔട്ട്പുട്ടിൽ എത്തിക്കുന്നു അല്ലെങ്കിൽ ലോഡ് സൈഡിൽ എത്തിക്കുന്നു. ഇവിടുത്തെ സപ്ലൈ വോൾട്ടേജിനെ, നമ്മൾ അയക്കുന്ന വോൾട്ടേജിനെ സെൻഡിങ് എൻഡ് എന്നും നമ്മൾ കൺസ്യൂമർ സൈഡിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ റിസീവ് ചെയ്യുന്ന വോൾട്ടേജിനെ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് എന്നും വിളിക്കും. നോർമലി ഈ ലൈനിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കാരണം നോർമലി എന്തുവാ സംഭവിക്കേണ്ടത്? നോർമലി സെൻഡിങ് എൻഡും റിസീവിംഗ് എൻഡും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? ആഷ്ലി ഒരു നോർമൽ സർക്യൂട്ടിൽ എങ്ങനെ ആയിരിക്കണോടോ സെൻഡിങ് എൻഡും റിസീവിംഗ് എൻഡും തമ്മിലുള്ള ബന്ധം? ഹലോ, പറഞ്ഞോ. ഡ്രോപ്പ് ഉണ്ടാവും, ഉറപ്പല്ലേ? റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും 3 പേരും ഈ സർക്യൂട്ടിൽ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പുറത്തുണ്ടാവുന്ന ഡ്രോപ്പ് കാരണം ഇവിടെ നയിക്കുന്ന വോൾട്ടേജ് ഫുള്ളായിട്ട് ഒരിക്കലും ഇവിടെ കിട്ടത്തില്ല. അപ്പൊ നോർമലി ഇറ്റ് ഷുഡ് ബി VS ഷുഡ് ബി ഗ്രേറ്റർ ദാൻ VR. സെൻഡിങ് എൻഡ് വോൾട്ടേജിൽ നിന്ന് ഡ്രോപ്പ് ആയി പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതേ നമുക്ക് റിസീവിംഗ് എൻഡിൽ കിട്ടുള്ളൂ. പക്ഷെ ഫെറാൻഡി എഫക്റ്റിൽ അനുവും വിനോദും എന്തോ പറഞ്ഞേ? റിസീവിംഗ് എൻഡ് വോൾട്ടേജ് സെൻഡിങ് എൻഡിനെക്കാളും കൂടുതലായിരിക്കും. റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ്. ഈ ഫിനോമിനെ പറയുന്ന പേരാണ് ഫെറാൻഡി എഫക്ട്. ഡീറ്റെയിൽസും കൂടെ പറയട്ടെ. റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അറ്റ് നോ ലോഡ് എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പാടില്ല. കറക്റ്റ് പറഞ്ഞാൽ ലൈറ്റ് ലോഡ് എന്നേ പറയാവൂ. ലോഡ് കണ്ടില്ലെങ്കിൽ പിന്നെ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ആർക്ക് അക്രോസ് എടുക്കും എന്നൊരു പ്രശ്നമുണ്ട്. അറ്റ് ലൈറ്റ് ലോഡ് കണ്ടീഷൻ, ഹെവി ലോഡഡ് ആയിട്ടുള്ള സർക്യൂട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. അറ്റ് ലൈറ്റ് ലോഡ് കണ്ടീഷൻസ് ദ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ഇസ് ഫൗണ്ട് ഗ്രേറ്റർ ദാൻ ദ സെൻഡിങ് എൻഡ് വോൾട്ടേജ്. ഈ ഫിനോമിനയുടെ പേരാണ് ഫെറാൻഡി എഫക്ട്. The receiving end voltage is found greater than the sending end voltage at light loads. Light loads എന്ന് പറഞ്ഞാൽ വെട്ടം തരുന്ന ലോഡ് എന്നല്ലേ, ലോഡ് കുറച്ച് ചെറുതാണെങ്കിൽ എന്നാ ഉദ്ദേശിക്കുക. at light loads. എന്താണ് ഫെറാൻഡി എഫക്റ്റിന് കാരണം? ഇപ്പൊ ഫെറാൻഡി എഫക്ട് എന്തുവാണെന്ന് പറഞ്ഞു. വാട്ട് ഇസ് ദ റീസൺ ഫോർ ഫെറാൻഡി എഫക്ട്? ഫെറാൻഡി എഫക്ട് സംഭവിക്കാനുള്ള റീസൺ എന്താണ്? ഫെറാൻഡി എഫക്ട് സംഭവിക്കാനുള്ള റീസൺ, ആ റീസൺ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് നമ്മൾ ആദ്യം വരച്ചിരുന്ന പവർ സിസ്റ്റം തുടങ്ങിയ സമയത്ത് വരച്ചിരുന്ന ഒരു പവർ ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇക്വലന്റ് ഡയഗ്രാം വരച്ചു തരാം. സെൻഡിങ് എൻഡ് വോൾട്ടേജ് അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്ന സ്ഥലം, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, ഷണ്ട് എലമെന്റ് ആയിട്ട് കപ്പാസിറ്റൻസ്. ഇതൊരു നോർമൽ ഫിഗർ ആണ് ഞാൻ വരച്ചേക്കുന്നത്. ഇത് റിസീവിംഗ് എൻഡ്, ഇത് VS, ഇത് VR. ആര് കാരണമാണ് VR VSനേക്കാൾ വലുതെന്ന് തോന്നുന്നത്? കപ്പാസിറ്റർ. കപ്പാസിറ്റർ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടാണ് അത് പറ്റിയത്. അതായത് റിസീവിംഗ് എൻഡ് വോൾട്ടേജിന്റെ കൂടെ ഈ കപ്പാസിറ്ററിന്റെ വോൾട്ടേജും കൂടെ ആഡ് ചെയ്തിട്ട്, ഈ 2 വോൾട്ടേജും കൂടെ ആഡ് ചെയ്തിട്ടാണ് അത് സെൻഡിങ് എൻഡിനെക്കാട്ടി കൂടുതലായിട്ട് തോന്നുന്നത്. ഈ ഒരു സ്ഥലത്ത് മാത്രം കപ്പാസിറ്റൻസ് ഇരുന്നുകൊണ്ട് കാര്യമില്ലേ. യഥാർത്ഥത്തിൽ ഒരു ലൈനിൽ കപ്പാസിറ്റൻസ് ഇങ്ങനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഷണ്ട് എലമെന്റ്സ് ആയ കപ്പാസിറ്ററിന്റെ എഫക്റ്റ് മൂലമാണ്, ഈ ഷണ്ട് എലമെന്റ് ആയ കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് മൂലമാണ് റിസീവിംഗ് എൻഡ് ഇസ് ഫൗണ്ട് ഗ്രേറ്റർ ദാൻ ദ സെൻഡിങ് എൻഡ്. റിസീവിംഗ് എൻഡ് ഇസ് ഫൗണ്ട് ഗ്രേറ്റർ ദാൻ ദ സെൻഡിങ് എൻഡ്. അപ്പൊ ഈ കപ്പാസിറ്റീവ് എഫക്റ്റ് കളയണമെങ്കിൽ ആരെ ആഡ് ചെയ്യണം? അത്ര ആലോചിച്ചാൽ മതി. ഫെറാൻഡി എഫക്റ്റിന്റെ റീസൺ ഫെറാൻഡി എഫക്റ്റിന്റെ റീസൺ ഷണ്ട് കപ്പാസിറ്റൻസുകളാണ്. കപ്പാസിറ്റൻസിന്റെ എഫക്റ്റിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഇൻഡക്ടർ ആഡ് ചെയ്യണം. പിന്നെ ആഡിങ് റിയാക്ടേഴ്സ് എന്നല്ലേ നിങ്ങളെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്? ഞാൻ തന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ ആഡിങ് റിയാക്ടേഴ്സ് എന്നല്ലേ? പക്ഷെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പഠിച്ചു വെച്ചാൽ കൊള്ളാം. വേറെ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ, PSC തന്നെ നടത്തിയ വേറെ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആഡിങ് ഷണ്ട് റിയാക്ടേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ആഡിങ് റിയാക്ടേഴ്സ് ശരിയാ, പക്ഷെ റിയാക്ടേഴ്സിന് സീരീസ് ആയിട്ടല്ല ആഡ് ചെയ്യേണ്ടത്, ഷണ്ട് ആയിട്ട് തന്നെ, പാരലൽ ആയിട്ട് തന്നെയാണ് റിയാക്ടൻസിനെ ആഡ് ചെയ്യേണ്ടത്. ആഡിങ് ഷണ്ട് റിയാക്ടേഴ്സ്. ആഡിങ് റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കറക്റ്റ് ആണ്. പക്ഷെ ആ ഓപ്ഷനെ കണ്ടില്ലെങ്കിൽ ആഡിങ് ഷണ്ട് റിയാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കിക്കണം. ആഡിങ് ഷണ്ട് റിയാക്ടേഴ്സ്.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയല്ലോ. ഫെറാൻഡി എഫക്റ്റ് എന്തുവാണെന്നും ഫെറാൻഡി എഫക്റ്റ് എങ്ങനെ ഒഴിവാക്കാന്നും ഒക്കെ എഴുതിയല്ലോ. PSC യുടെ അല്ലാത്ത ഒരു ഇലക്ട്രിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ PSC നടത്തിയ പരീക്ഷയല്ല, പക്ഷെ ഒരു സൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു. യൂസിങ് കറണ്ട് ലിമിറ്റിംഗ് റിയാക്ടേഴ്സ്. യൂസിങ് കറണ്ട് ലിമിറ്റിംഗ് റിയാക്ടേഴ്സ്. ഇതായിരുന്നു സാറേ ഇന്നലത്തെ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഇതായിരുന്നു. സോറി, കറണ്ട് ലിമിറ്റിംഗ് റിയാക്ടേഴ്സ്. എന്തിനാണ് അവരെ കറണ്ട് ലിമിറ്റിംഗ് റിയാക്ടേഴ്സ് എന്ന് വിളിക്കുന്നതെന്ന് അറിയോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചും കൂടെ പഴയതാ. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2000 തോന്നുന്നത് മിൽമയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് നടന്നിരുന്ന മിൽമയുടെ എക്സാം നടന്നിരുന്നില്ലേ? ഇലക്ട്രിക്കൽ ആർക്കും ഡയറി എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ കറണ്ട് ലിമിറ്റിംഗ് റിയാക്ടേഴ്സ് അവരെ വിളിക്കാൻ കാരണം എന്താ? ഇൻഡക്റ്റൻസ് സർക്യൂട്ടിലോട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ, ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞ ബേസിക് പ്രോപ്പർട്ടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞ ബേസിക് പ്രോപ്പർട്ടി എന്താ? ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞ ബേസിക് പ്രോപ്പർട്ടി വാട്ട് ഈസ് ഇൻഡക്റ്റൻസ്? സഡൻ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു. സഡൻ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റൻസ് കണക്ട് ചെയ്താൽ ചേഞ്ച് ഇൻ കറണ്ടിനെ അത് ഒപ്പോസ് ചെയ്യും. അതുകൊണ്ടാണ് അവരെ കറണ്ട് ലിമിറ്റിംഗ് റിയാക്ടേഴ്സ് എന്ന് വിളിക്കാൻ കാരണം. അപ്പൊ ഓപ്ഷനകത്ത് വെറും ആഡിങ് റിയാക്ടേഴ്സ് എന്നോ ഷണ്ട് റിയാക്ടേഴ്സ് എന്നോ കറണ്ട് ലിമിറ്റിംഗ് റിയാക്ടേഴ്സ് എന്നോ ഈ 3 പേര് എഴുതിയാലും അല്ലെ ഈ 3 ഓപ്ഷൻ കണ്ടാലും ആൻസർ അത് തന്നെയാണ്. ലൈറ്റ് ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ വായിക്കട്ടെ. Transposition of overhead line is done. Transposition of overhead line is done. Transposition of overhead line is done. Transposition of overhead lines is done. Options. Option A, to reduce conductor material. To reduce conductor material. B, to make voltage drop in each line the same. To make voltage drop in each line the same. C, to reduce cost of supporting structures. To reduce cost of supporting structures. D, none of the above. None of the above. ആൻസറിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? None of the above ആണോ സർ? None of the above അല്ല. To reduce voltage drop. To reduce the cost of supporting structure അല്ല. കോസ്റ്റ് ഓഫ് സപ്പോർട്ടിംഗ് സ്ട്രക്ചറും ട്രാൻസ്പോസിഷനുമായിട്ട് കാര്യമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഈ പറഞ്ഞേക്കുന്ന ആൻസറിലല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറൊരു ആൻസറും കൂടെ PSC കൊടുത്തിട്ടുണ്ട്, വേറൊരു ഓപ്ഷനും കൂടെ. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞത്. അതിന് മുമ്പ് ട്രാൻസ്പോസിഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ. അതാണ് ഇന്റർഫറൻസ് ഒഴിവാക്കാൻ. ഇന്നലെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സർ. ശരി. ഇന്നലത്തെ ഓപ്ഷനകത്ത് ഇതില്ലായിരുന്നേ. ഇന്നലത്തെ ഓപ്ഷനകത്ത് ടു മേക്ക് വോൾട്ടേജ് ഡ്രോപ്പ് 2 ലൈനിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് കറണ്ട്, അതല്ലേ ക്വസ്റ്റൻ ഉണ്ടായിരുന്നേ? ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ എനി ടു ലൈൻസ്. പക്ഷെ അതിനകത്ത് കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? അത് കൊള്ളാവുന്ന ഒരു ഓപ്ഷനാണെന്ന് തോന്നും. കാരണം 2ന്റെയും വോൾട്ടേജ് ഡ്രോപ്പ് വ്യത്യാസമാണെങ്കിൽ അതിനിടയ്ക്ക് ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്.
പക്ഷെ അതിന് ഷോർട്ട് സർക്യൂട്ട് എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇന്നലത്തെ ഓപ്ഷൻ ഇന്റർഫറൻസിൻ്റെതായിരുന്നു. കോപ്പർ ലോസും സ്കിൻ എഫക്റ്റും അതൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഓപ്ഷനിൽ. കോപ്പർ ലോസും സ്കിൻ എഫക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു ഓപ്ഷനകത്ത്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് വാട്ട് ഈസ് ട്രാൻസ്പോസിഷൻ? വാട്ട് ഈസ് ട്രാൻസ്പോസിഷൻ? 3 ഫേസ് സപ്ലൈ ആണെങ്കിൽ അതിന്റെ ഫേസ് തമ്മിൽ alternate ചെയ്ത് 3 ഫേസ് സിസ്റ്റം ആണെങ്കിൽ, system. ട്രാൻസ്മിഷൻ സിസ്റ്റം 3 ഫേസ് ആണെങ്കിൽ അതിന്റെ പൊസിഷൻ കണ്ടി മാറിക്കൊണ്ടിരിക്കുക. ഇതിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ പേരിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ട്രാൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ്. ട്രാൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ചേഞ്ച് എന്നാണ്. പൊസിഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാലോ. അപ്പൊ ട്രാൻസ് ചേഞ്ച് ഇൻ പൊസിഷൻ, അതിനെയാണ് ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ പൊസിഷൻ. ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷനാണ്. ഇവിടെ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഓപ്ഷൻ ബി. അപ്പൊ ഞാൻ ട്രാൻസ്പൊസിഷന്റെ ഫിഗർ ഒന്ന് വരച്ച് കാണിച്ചു തരട്ടെ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു എ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ബി എന്ന് പറയുന്ന ഒരു വലിയ ഡിസ്റ്റൻസിലേക്ക് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 3 ലൈനും എപ്പോഴും ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ചും ട്രാൻസ്പൊസിഷൻ ഉണ്ടാവുന്നത് 2 തരത്തിൽ 3 ഫേസ് ലൈനിനെ സ്പേസ് ചെയ്യാം. സിമെട്രിക്കൽ സ്പേസിംഗ്, സിമെട്രിക്കൽ സ്പേസിംഗ് അതായത് 3 ഫേസ് ലൈനിന്റെ ലൊക്കേഷൻ, 3 ഫേസിലെ 3 കണ്ടക്ടേഴ്സ് ഇങ്ങനെയാണെങ്കിൽ അവര് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ചുറ്റുമാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഡി, ഇത് 3ഉം സെയിം ആണെങ്കിൽ there is no issue of transposition. ട്രാൻസ്പൊസിഷൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല. 3 ഫേസ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ 3 ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ there is no need for transposition. But when the spacing is unsymmetrical, ഇത് D1, ഇത് D2, ഇത് D3, ഈ 3 വാല്യൂസും സെയിം അല്ലെങ്കിൽ, when the spacing is unsymmetrical, unsymmetrical spacing ഉണ്ടാവുന്ന സമയത്താണ് ആരുടെ ഇമ്പോർട്ടൻസ് വരുന്നത്? ട്രാൻസ്പൊസിഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അൺസിമെട്രിക്കൽ സ്പേസിംഗ് ഉണ്ടാവുന്ന കേസുകളിലാണ്. അൺസിമെട്രിക്കൽ സ്പേസിംഗ് ഉണ്ടാവുമ്പം എന്തിനാണ് അവരെ ട്രാൻസ്പോസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്പോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവരെ പ്ലെയിൻ ആയിട്ട് ഒരു പ്ലെയിനിൽ വരച്ച് കാണിച്ചാൽ ആ കണ്ടക്ടേഴ്സിനെ ആർ വൈ ബി അല്ലെങ്കിൽ എ ബി സി, ഏത് പേര് വെച്ച് വേണമെങ്കിലും വിളിക്കാം. എ ബി സി എന്നോ ആർ വൈ ബി എന്നോ ഏത് പേര് വേണമെങ്കിലും വിളിക്കാം. കണ്ടക്ടർ എ, കണ്ടക്ടർ എയുടെ പൊസിഷൻസ് നോക്കുക. കണ്ടക്ടർ എ ടോട്ടൽ ഡിസ്റ്റൻസിനെ 3 ആയിട്ട് തിരിക്കുക. 1/3, 1/3, 1/3. ഈച്ച് 1/3 എയുടെ പൊസിഷൻ, ആദ്യം എ ഇവിടെയാണ്, രണ്ടാമത് ആ എ ഇവിടെ ഇരിക്കുന്ന, മൂന്നാമത് എ. ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുന്നൊന്നും അല്ലേ, ചുമ്മാ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ബി എന്ന് പറയുന്ന ആള് ആദ്യം നടുക്കാണ്, പിന്നെതാ താഴെ, മൂന്നാമത്തെ കേസിൽ ഏറ്റവും മേളിൽ. ബി എന്ന് പറഞ്ഞ കണ്ടക്ടർ ബി ബി ബി. ഓരോ 1/3 കഴിയുമ്പോഴും അവരുടെ പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യും. സി എന്ന് പറഞ്ഞ ഫേസിലുള്ള കണ്ടക്ടർ ആദ്യം ഏറ്റവും താഴെ, രണ്ടാമത്തെ കേസിൽ അയാള് ഏറ്റവും മേളില്, മൂന്നാമത്തെ കേസിൽ അയാള് നടുക്കായിരിക്കും ഇരിക്കുന്നത്. After each 1/3, the position of the conductors in a 3-phase system get interchanged. After each 1/3 distance, after each 1/3 distance, the position of conductors get interchanged. ആ പ്രോസസ്, ആ ഫിനോമിനയാണ് ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പൊസിഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ എ will be different from voltage drop in B. എയിലെയും ബിയിലെയും സിയിലെയും വോൾട്ടേജ് ഡ്രോപ്പ് വ്യത്യാസമായിരിക്കും. വോൾട്ടേജ് ഡ്രോപ്പ് വ്യത്യാസമാകുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ഇന്റർഫറൻസ്. ഇന്റർഫറൻസ് ഇൻ നിയർ ബൈ ലൈൻസ്. ഈ സെക്ഷന്റെ അടുത്തുള്ള ലൈനിലേക്ക് അൺവാണ്ടഡ് ഫ്രീക്വൻസി ഉള്ള വേവുകൾ ഉണ്ടാവാം. ഇന്റർഫറൻസ് ഇൻ നിയർ ബൈ ലൈൻസ്, അല്ലെങ്കിൽ ഇന്നലത്തെ ഓപ്ഷൻ എന്തായിരുന്നു? ഇന്റർഫറൻസ് ഇൻ
Interference with the neighboring telephone lines. With neighboring telephone lines. Interference with neighboring telephone lines. Neighboring telephone lines. അല്ലെങ്കിൽ ഇന്റർഫറൻസ് ഇൻ നിയർ ബൈ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സ് എന്നും ഓപ്ഷൻ വരാം. ടെലിഫോൺ ലൈൻസിന് പകരം കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇന്റർഫറൻസ് ഇൻ നിയർ ബൈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് അല്ലെങ്കിൽ നെയ്ബറിംഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അങ്ങനെ വേണമെങ്കിലും ഓപ്ഷനിൽ തരാൻ പറ്റും. ആ ഓപ്ഷൻ കണ്ടാലേ മനസ്സിലാക്കിക്കോണം. അതായത് അൺവാണ്ടഡ് ഫ്രീക്വൻസിയിൽ ഒരു വേവ് ഉണ്ടായി, പവർ ഫ്രീക്വൻസിയാ നോർമലി സപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസിയിലാണ് പോകേണ്ടത്. അതിന് പകരം വേറെ വൃത്തികെട്ട ഫ്രീക്വൻസിയിൽ ഒരു വേവും കൂടെ ഉണ്ടാവും. പവർ ഫ്രീക്വൻസി 50 ഹെർട്സും അവനും കൂടെ ഇന്റർഫിയർ ചെയ്യും. ഇത് രണ്ടും അല്ലാത്ത വൃത്തികെട്ട ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വേവ് ഫോം ഉണ്ടാവും. അത് പ്രോപ്പർ ആയിട്ട് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് പോകില്ല. അപ്പൊ ഇന്റർഫറൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ലൈൻ ആ പുള്ളി ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. വോൾട്ടേജ് ഡ്രോപ്പ് 3 ഫേസ് എയുടെയും ബിയുടെയും സിയുടെയും 3 പേരുടെയും വോൾട്ടേജ് ഡ്രോപ്പും സെയിം ആയിരിക്കണം. പക്ഷേ ഫെറാൻഡി എഫക്ട് ട്രാൻസ്പോസിഷൻ നടത്തിയിട്ടില്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് 3 പേരുടെയും വ്യത്യാസമായിരിക്കും. 3 പേരുടെയും വോൾട്ടേജ് ഡ്രോപ്പ് വ്യത്യാസമായിരിക്കും. ചിലപ്പം 2 കണ്ടക്ടറിന് ഇടയ്ക്ക് ഒരു ചെറിയ ലീക്കേജ് കറണ്ട് ഒക്കെ ഉണ്ടാവാൻ കേട്ടോ. പക്ഷെ അത് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് വിളിക്കാൻ പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കട്ടെ. എഴുതണ്ട, കേട്ടാ മാത്രം മതി. ഓംസ് ലോ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു. ഓംസ് ലോ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു. ഓപ്ഷൻ എ സെമി കണ്ടക്ടേഴ്സ്. ഓപ്ഷൻ ബി DC സർക്യൂട്ട്സ്. ഓപ്ഷൻ സി സ്മോൾ റെസിസ്റ്റേഴ്സ്. ഓപ്ഷൻ ഡി ഹൈ കറണ്ട്സ്. സെമി കണ്ടക്ടേഴ്സ്, സ്മോൾ റെസിസ്റ്റേഴ്സ്, DC സർക്യൂട്ട്സ്, ഹൈ കറണ്ട്. ഓംസ് ലോ എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതെന്നാ ചോദിച്ചേക്കുന്നത്. ഓംസ് ലോ എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്? സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടേഴ്സ്. ലീനിയർ നേച്ചർ ഇല്ലാത്തവന്മാർ അവരാ സെമി കണ്ടക്ടേഴ്സ്. ലീനിയർ നേച്ചർ ഇല്ലാത്തവര് അവരാ സെമി കണ്ടക്ടേഴ്സ്. എന്താ ലീനിയർ നേച്ചർ എന്ന് പറഞ്ഞ? എന്താ ലീനിയർ നേച്ചർ എന്ന് പറഞ്ഞ? ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ പ്രൊപ്പോർഷണൽ ആയിട്ട് വേറൊരു ക്വാണ്ടിറ്റി കൂടുകയാണെങ്കിൽ V=IR, I കൂടുമ്പോൾ കറണ്ട് കൂടും. ഒരു ക്വാണ്ടിറ്റി നമ്മുടെ കേസിൽ ഇലക്ട്രിക്കലി ലീനിയർ എന്ന് പറയുമ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധത്തിനെ തന്നെയാ പറയേണ്ടത്. വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയി കറണ്ടും ഇൻക്രീസ് ആവുകയാണെങ്കിൽ, കുറച്ചും കൂടെ മാത്തമാറ്റിക്കലായിട്ട് പറഞ്ഞാൽ V/I എന്ന് പറയുന്ന ആ റേഷ്യോ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഇഫ് ദ വോൾട്ടേജ് ബൈ കറണ്ട് റേഷ്യോ ഇസ് എ കോൺസ്റ്റന്റ്, that element can be called a linear element. Example, resistance. Inductor ഒരു ലീനിയർ എലമെന്റ് ആണോ? ഞാൻ ഒരാളടുത്ത് ചോദിക്കാം, അവര് ഉത്തരം പറഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. ഹരീഷ്, ഇൻഡക്ടർ ഒരു ലീനിയർ എലമെന്റ് ആണോ? തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ, ഡയറക്റ്റ് പറഞ്ഞോ, പ്രശ്നമില്ലെന്നേ. ഹരീഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോ, ഇൻഡക്ടർ ഒരു ലീനിയർ എലമെന്റ് ആണോ? ഇൻഡക്ടർ അല്ലെന്നാണ് തോന്നുന്നത്. അല്ലെന്നാണ് തോന്നുന്നത്. ശരി, നോക്കാം. ഗൗരിപ്രിയ, ഇൻഡക്ടർ ഒരു ലീനിയർ എലമെന്റ് ആണോ? ഇല്ല, അല്ലാന്ന് തോന്നുന്നു. അല്ലാന്ന് തോന്നുന്നു. അപൂർവ, അതെ സർ. ഇൻഡക്ടർ ലീനിയർ എലമെന്റ് ആണോ? ആണ്. വേറെ ആർക്കെങ്കിലും എന്തൊരു ആൻസർ ഉണ്ടോ? ആണ് സർ. ഇൻഡക്ടർ ലീനിയർ എലമെന്റ് ആണ്. ഇൻഡക്ടർ ലീനിയർ എലമെന്റ് ആണോ? ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാ ഇൻഡക്ടർ ഉള്ള സർക്യൂട്ടിൽ തെവെനിൻ തിയറം അപ്ലൈ ചെയ്തത്? തെവെനിന്റെ ഡയലോഗിൽ എന്തുവാ പറഞ്ഞേ? എനി ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് എന്നാ തെവെനിൻ പറഞ്ഞത്. ശരിയല്ലേ? അതെ സർ.
നോർട്ടൺ തിയറത്തിലും ഇൻഡക്റ്റൻസ് ഉള്ള സർക്യൂട്ടിൽ നിങ്ങൾ നോർട്ടൺ തിയറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനി ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് എന്നാണ് നോർട്ടണും പറഞ്ഞത്. അപ്പൊ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഒക്കെ ഉള്ള സർക്യൂട്ടിൽ നിങ്ങൾ തെവെനിൻ തിയറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഡക്ടർ ഇസ് ഡെഫിനറ്റ്ലി ലീനിയർ. പക്ഷേ ഇത് ഓക്കെയാ. വി ഇസ് ഈക്വൽ ടു ഐ ആർ ലീനിയർ റിലേഷൻഷിപ്പ് കാണിച്ചു തരുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഇൻ ദ കേസ് ഓഫ് റെസിസ്റ്റൻസ് ഈ കാര്യം ട്രൂ ആൻഡ് പ്രൂവ്ഡ്. കാരണം ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. വാട്ട് ഇസ് ദ റിലേഷൻ ഷോയിങ് ലീനിയറിറ്റി ഇൻ ആൻ ഇൻഡക്ടർ? V equal to L into di by dt. V is equal to, അല്ലെ, വോൾട്ടേജ് ഓഫ് ഇൻഡക്റ്റൻസ് വി എൽ ഇസ് ഈക്വൽ ടു L into di by dt. L into di by dt. V is equal to L into di by dt. എല്ലാവർക്കും ഈക്വേഷൻ ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഓക്കെ. പക്ഷെ ഇത് ലീനിയർ റിലേഷൻഷിപ്പ് അല്ല. ഇത് കൂടിയത് കൊണ്ട് ഇത് കൂടണം എന്ന് പറയുന്നില്ല. ഇയാൾ തന്നെ കൂടണമെന്നില്ല. ടൈം അത് മാറിയാലും മതി. അപ്പൊ ഇതിനെ ലീനിയർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇൻഡക്ടറിനെ ലീനിയർ സർക്യൂട്ടായിട്ട് കണക്കാക്കിയത്? ഇതിനെ ഒന്ന് ലാപ്ലേസ് എടുത്തു തരുമോ? അതൊക്കെ പറയരുത് സാർ. ലാപ്ലേസ് ഒക്കെ നമ്മൾ അന്ന് മറന്നതാണ് സാർ. ആണോ? V of S is equal to V of S is equal to L of S into V of S is equal to ഇത് ടൈം ഡൊമൈനിലാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ലാപ്ലേസ് എടുക്കുന്നത്. ലാപ്ലേസ് എടുക്കുമ്പോൾ എസ് ഡൊമൈനിലോട്ട് മാറും. വി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഒരു കോൺസ്റ്റന്റ്, അയാളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്റഗ്രലിന്റെ കാര്യം ഒരു എസും കൂടെ വരും. ഇൻറ്റു ഐ ഓഫ് വി എസ് ഇസ് ഈക്വൽ ടു എൽ എസ് ഇൻറ്റു ഐ ഓഫ് എസ്. ഇപ്പൊ ഒരു ലീനിയർ റിലേഷൻ ആയി. എൽ എസ് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിച്ചാൽ there is a linear relationship between voltage and current. There is a linear relationship between voltage and current. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം? വാട്ട് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം? ഈ ക്ലാസ്സിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന്? time term. നമ്മുടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന്? ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുക നമ്മുടെ ക്ലാസ്സുകളിൽ? അറിയില്ല സർ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് അല്ല, കാര്യം എന്തോന്ന് പറഞ്ഞിട്ടുണ്ടോ? കൺവേർഷൻ ഡൊമൈൻ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മതി. ബാക്കി മാത്സ് നമുക്ക് കാര്യമായിട്ട് അറിയേണ്ട കാര്യമില്ല. ട്രാൻസിയന്റ് ഒക്കെ എത്തുമ്പോൾ നമുക്ക് ലാപ്ലേസിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ടൈം എന്ന് പറഞ്ഞ ഡൊമൈനിൽ നിന്ന് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഡൊമൈനിലോട്ടുള്ള ഫോം ചേഞ്ചിനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഞാൻ ഈ ഇക്വേഷന്റെ ലാപ്ലേസ് എടുക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ലീനിയർ എന്ന് പറഞ്ഞ എലമെന്റിനെ, ഒരു എലമെന്റിനെ ലീനിയർ എന്ന് വിളിക്കാമെങ്കിൽ ടൈമിലോ ഫ്രീക്വൻസിയിലോ ആ റിലേഷൻ ലീനിയർ ആയാൽ മതി. ടൈമിലോ ഫ്രീക്വൻസിയിലോ, ഇവിടെ വേണമെങ്കിൽ ടൈമിലെന്ന് വിളിക്കാം. ഇതിനകത്ത് ഫ്രീക്വൻസി ഇല്ലാത്തതുകൊണ്ട് ആ ടൈമിലെന്ന് പറഞ്ഞത്. ടൈമിലോ ഫ്രീക്വൻസിയിലോ ആ റിലേഷൻ ലീനിയർ ആണെങ്കിൽ ദാറ്റ് എലമെന്റ് ക്യാൻ ബി കോൾഡ് എ ലീനിയർ എലമെന്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ ഇതിന്റെ ലാപ്ലേസ് എടുക്കാൻ കാരണം. ടൈമിൽ അത് ലീനിയർ ആയിട്ട് കാണിക്കുന്നില്ല, പക്ഷെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് മാറ്റിയപ്പോൾ ആ റിലേഷൻ എന്തായി? ലീനിയർ ആയി. അതുകൊണ്ടാണ് ഇൻഡക്ടർ ലീനിയർ ആന്ന് പറഞ്ഞത്. ആരും കൂടെ ലീനിയറാ? മൂന്നാമത്തെ ആളെയും കൂടെ പറഞ്ഞു തരുമോ? കപ്പാസിറ്ററും ലീനിയർ തന്നെയാണ്. കപ്പാസിറ്ററിന്റെ ഇക്വേഷനും ലീനിയർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസ് 1/c ഇന്റഗ്രൽ I dt. ഇങ്ങനെ ഇക്വേഷൻ 1/c ഇന്റഗ്രൽ I dt. ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് I is equal to c into dv by dt എന്നായിരിക്കും. ഈ ഇക്വേഷനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ I is equal to c into dv by dt. ഈ റിലേഷന്റെ ലാപ്ലേസ് എടുത്താൽ I of s is equal to cs into v of s. cs ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതാ ഇവിടെയും ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് കറണ്ടും വോൾട്ടേജും തമ്മിൽ. അതുകൊണ്ടാണ് കപ്പാസിറ്ററിനെയും ലീനിയർ ആയിട്ട് കണക്കാക്കിയത്.
ലീനിയറിന്റെ കാര്യം ഓർമ്മ വന്നപ്പം എവിടെയോ കണ്ട കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ള കേട്ടോ. സെമി കണ്ടക്ടർ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് 3 പേരും ലീനിയർ എലമെന്റ്സ് ആണ്. നോൺ ലീനിയർ എലമെന്റിന് ഒരു എക്സാമ്പിൾ പറയോ? നോൺ ലീനിയർ എലമെന്റിന് ഡയോഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആൻസറിനകത്ത് തന്നെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഡയോഡ് ആണ് നോൺ ലീനിയർ എലമെന്റിന് എക്സാമ്പിൾ. അല്ലെ ഏത് സെമി കണ്ടക്ടർ ഡിവൈസ് ആയാലും ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. The potential difference across resistance, inductance and capacitance. The potential difference across resistance, inductance and capacitance are 80 volt. നിങ്ങൾ കുറച്ചു പേര് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ആ പരീക്ഷ എഴുതിയവർ. 40 volt and 100 volt. 80, 40 and 100 volt respectively. The potential difference across resistance, inductance and capacitance are 80 volt, 40 volt and 100 volt respectively in an LCR circuit. In an LCR circuit. വിൽമയുടെ എക്സാം തന്നെ. നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞ പോർഷനിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തേക്കുന്നത്. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ടല്ല ഡിസ്കസ് ചെയ്തത്. കാര്യം കുറെ നമ്മൾ പഠിക്കാത്ത പോർഷനിൽ നിന്നും ഉണ്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ ഡിസംബറിൽ. ഈ കൂട്ടത്തിൽ അത് എഴുതിയവരുണ്ടല്ലോ നമ്മളെ ക്ലാസ്സിൽ തന്നെ? ഉണ്ട്. 2019 ഡിസംബറിൽ. ആറും എല്ലും സിയും ഉള്ള സർക്യൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. 3 പേരുടെയും വോൾട്ടേജ് തന്നിട്ടുണ്ട്. പവർ ഫാക്ടർ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. ജനുവരിയിൽ നടന്ന എക്സാം അല്ലേ? ജനുവരി ആണോ? സോറി, ഈ വർഷം ജനുവരി അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇല്ല. ജനുവരിയാ. അത് പോട്ട്, അതിപ്പോ ഡിസംബർ ആയാലും ജനുവരി ആയാലും നമ്മുടെ പ്രശ്നം അതല്ലല്ലോ. സ്വന്തം നിലയ്ക്കൊന്ന് ആലോചിച്ച് നോക്കേ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടോന്ന്. ഒരു 2 മിനിറ്റ് സമയം തരാം. സർ 0.8 ആണ്. 0.8 ആണോ? നോക്കാം. 0.8 ഒരാളുണ്ട്. എന്ന് പറഞ്ഞ ആളാരാ? അനുവാണ് സർ. ശരി. ഈ വലിയ ഇക്വേഷൻ ഒന്നും അറിയണമെന്നില്ലടോ. നിങ്ങളുടേതായ ഒരു കോമൺ സെൻസ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.
വേറെ ആർക്കും? ശരി, അനു പോയിന്റ് 8 എങ്ങനെ എത്തിയെന്നൊന്ന് പറയുമോ? സാറ് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ ആർ ബൈ സെഡ് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ ആർ ബൈ ഇസഡ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാ ചെയ്തേ. ശരി, പവർ ഫാക്ടർ നമ്മൾ തന്നെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് ആർ ബൈ ഇസഡ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ആർ ബൈ ഇസഡ്. ശരി, പറഞ്ഞോ. ഇസഡ് അപ്പൊ ആർ മറ്റേ ഇത് വെച്ചിട്ട് ആർ എൽ സി സർക്യൂട്ട് ആണല്ലോ, അപ്പം ആർ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ, എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. അത് ഓക്കെ. അപ്പം വോൾട്ടേജ് ആണല്ലോ തന്നിരിക്കുന്നത്. അന്നേരം നമ്മൾ ഇതിനെ വോൾട്ടേജിലോട്ടേക്ക് മാറ്റാനായിട്ട് വേണ്ടി കറണ്ട് വെച്ചിട്ട് മേളിലും താഴെയും ഇൻഡു ചെയ്യും. അത്രേ ഉള്ളൂ. ആർ ബൈ സെഡ് മേളിലും താഴെ ഒരു കറണ്ടും കൂടെ ഇട്ട് കൊടുത്താലും ഈ ഇക്വേഷനിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. മേളിലും താഴെയും ഒരു കറണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ഇക്വേഷനിൽ ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. കാരണം രണ്ട് സെയിം ക്വാണ്ടിറ്റിയാ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് റെസിസ്റ്റൻസിന്റെ വോൾട്ടേജും ഇത് ഇമ്പിഡൻസിന്റെ വോൾട്ടേജും. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാല് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ പി എസ് സിക്ക് നിങ്ങളെ വഴി തെറ്റിക്കാൻ കൊള്ളാവുന്ന ഒരു ഓപ്ഷൻ തരാമായിരുന്നു. അതെന്താണെന്നറിയോ? ഈ 3 വോൾട്ടേജ് കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായും നമുക്കൊരു ടെൻഡൻസി ഉണ്ട്. എന്തുവാ? ഈ 3 വോൾട്ടേജും കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ടെൻഡൻസി ഉണ്ട്. ടോട്ടൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ വോൾട്ടേജ് ഇത് 3 കാണുമ്പോഴേ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന കാര്യം ടോട്ടൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. 80 പ്ലസ് 40 പ്ലസ് 100 220 എന്ന് കിട്ടും. അപ്പൊ ആ റെസിസ്റ്റൻസിന്റെ വോൾട്ടേജ് അത് 80, ടോട്ടൽ വോൾട്ടേജ് 220. 80/220 ചെയ്താൽ 0.8 കിട്ടത്തുമില്ല. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഏകദേശം 0.3 അടുത്തുള്ള ആൻസർ വരും. അപ്പൊ നമ്മൾ വിചാരിക്കും 0.4 ആണെന്ന്. അങ്ങനെ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞോളെ. നിങ്ങളെ പോലത്തെ ബുദ്ധികൾക്ക് അങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ 0.4 എത്താനൊരു ചാൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെയല്ല ടോട്ടൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 3 പേരുടെ വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഓൾജിബ്രൈക് സം അല്ല ടോട്ടൽ വോൾട്ടേജ്. പിന്നെയോ ഇതുപോലെ ഫേസർ സം ആണ് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എല്ലാം ഓരോ വോൾട്ടേജ് ഇട്ട് കൊടുത്താലും കാര്യം ഓക്കെയാ. ഐ സ്ക്വയർ അങ്ങനെ നോക്കുവാണെങ്കിൽ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 80. ഇതാ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 80 ബൈ ടോട്ടൽ സം എടുക്കരുത്, ഫേസർ സം എടുക്കേണ്ടത്. റൂട്ട് ഓഫ് റെസിസ്റ്റൻസിന്റെ വോൾട്ടേജിന്റെ സ്ക്വയർ 80 സ്ക്വയർ ഇതാ കിടക്കുന്നത് ആർ സ്ക്വയർ എന്ന് പറഞ്ഞതുപോലെ ആ വോൾട്ടേജിന്റെ സ്ക്വയർ പ്ലസ് ബാക്കിയുള്ളവരെ ചുമ്മാ കൂട്ടി എഴുതുമല്ല വേണ്ടത്. എക്സ് എൽ മൈനസ് എക്സ് സി എന്ന് പറഞ്ഞതുപോലെ ഇത് റെസിസ്റ്റൻസിന്റെ കാര്യം, ഇത് ഇൻഡക്റ്റൻസിന്റെ കാര്യം, ഇത് കപ്പാസിറ്റൻസിന്റെ കാര്യം. ഇവിടെ 40 മൈനസ് 100 സ്ക്വയർ ഇങ്ങനെ എഴുതുവാണ് വേണ്ടത്. ഓൾജിബ്രൈക് സം അല്ല, ഫേസർ സം ആണെന്നുള്ള കാര്യം മാത്രം നമ്മുടെ മനസ്സിൽ ഇരുന്നാൽ മതി. റെസിസ്റ്റൻസിന്റെ വോൾട്ടേജ് റിയൽ ക്വാണ്ടിറ്റിയും ഇത് രണ്ടും ഇമാജിനറി ക്വാണ്ടിറ്റിയും ആയിരിക്കും. ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ കിടന്നാലേ ഈ ഓപ്ഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. ബാക്കി ചെയ്യുക. 80 ബൈ റൂട്ട് ഓഫ് 80 സ്ക്വയർ പ്ലസ് ചെയ്യുമ്പോൾ -60 എന്ന് വരും. സ്ക്വയർ ചെയ്താൽ അത് +60 തന്നെ ആവും. 80 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ ഇത് കണ്ടുപിടിച്ച് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 80 ബൈ റൂട്ട് ഓഫ് ഇങ്ങനെ കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു 80 ബൈ 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.8. അതായിരിക്കും ആൻസർ. ഓക്കെ ആണേ? ഓക്കെ ആണോ? ഓക്കെ ആണ് സർ, ഓക്കെ ആണ്. ആദ്യം ആൻസർ പറഞ്ഞ ആൾക്ക് മാത്രമല്ലേ, ബാക്കി ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഓക്കെ ആണോ? അപൂർവ ഓക്കെ ആണോ? ഹരീഷ്, ജിജോ, ജിനു, ലക്ഷ്മി,
മൈഥിലി മക്കളെ മനസ്സിലായല്ലോ? ഓക്കെ. ശരി. നേനു? ഓക്കെ ആണ് സർ. പാർവതി? ശരി. ഇനി ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തോണ്ട് വരാൻ കാരണം നിങ്ങൾ ഇതിങ്ങനെ ചിന്തിക്കത്തില്ല എന്നുള്ളത് കൊണ്ടല്ല. ഞാൻ ഈ ഓപ്ഷനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തോട്ടെ. 0.8 രണ്ട് ഓപ്ഷന് ഞാൻ തന്നെന്ന് വിചാരിച്ചു. ഒരു ഓപ്ഷനിൽ 0.8 ലാഗും ഒരു ഓപ്ഷനിൽ 0.8 ലീഡും. ബാക്കിയുള്ള ഓപ്ഷനിലും കൂടെ ഞാൻ ലാഗോ ലീഡോ തരാം. 0.4 ലാഗ്, 0.5 ലാഗ്. അപ്പൊ 4 ഓപ്ഷനിലും ലാഗ് ലീഡുമായി. ഇങ്ങനെയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? 0.8 എന്ന് കണ്ടുപിടിച്ചത് തന്നെ കഷ്ടപ്പെട്ട് സാർ. പിന്നെ സാർ ഇപ്പൊ അതിന്റെ കൂടെ ലാഗും ലീഡും കൂടെ കുത്തിക്കയറ്റി നമ്മളെ ഇല്ലാത്ത പ്രശ്നത്തിൽ കൊണ്ടുവരല്ലേ. പക്ഷെ അങ്ങനെ സംഭവിക്കാം. 0.8 എങ്ങനെ പറഞ്ഞു എന്ന് കൂടെ പറ. ആരാ പറഞ്ഞ ആളാരാ? ശാരിക. പറഞ്ഞോ ശാരിക, എങ്ങനാ ലീഡ് എന്നുള്ള ഒരു ഐഡിയയിലോട്ട് ശാരിക എത്തിയത്? ഒരു സെക്കൻഡ്. ശാരിക പറഞ്ഞത് ശരിയാണെന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ശാരിക പറഞ്ഞ 0.8 ലീഡ് എന്നുള്ളത് ശരിയാണെന്നുള്ള അഭിപ്രായമുള്ള ആരാത്? അനു ഉണ്ട്. രണ്ടുപേരെ ഉള്ളോ? വേറെ ആരെങ്കിലും? എക്സല് കൂടുതലാണെങ്കിലല്ലേ ലാഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. എക്സെല് അതാ, ഇവിടെ വോൾട്ടേജ് നോക്കിയാലും മതി. 80 റെസിസ്റ്ററിന്റെ കാര്യം 80, ഇൻഡക്റ്റൻസിന്റെ കാര്യം 40, കപ്പാസിറ്റൻസിന്റെ കാര്യം 100. ഇത് തന്നേക്കുന്ന എക്സൽ അല്ല, വോൾട്ടേജ് ആ തന്നേക്കുന്നത്. പക്ഷെ വോൾട്ടേജിന്റെ ഇക്വേഷൻ I × R, I × XL, I × XC എന്നാണ്. കറണ്ട് 3 പേരുടെയും സെയിം ആ. LCR സർക്യൂട്ട് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. 3 പേരുടെയും കറണ്ട് സെയിം ആയിരിക്കും. ഇത് പാരലൽ അല്ല എന്നുള്ള ഉറപ്പാ. അതെന്താ കാര്യം? ഇവിടെ സീരീസ് LCR എന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ സർക്യൂട്ട് പാരലൽ അല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാ. എന്താ കാര്യം? വോൾട്ടേജ് ഡിഫറൻസ്. വോൾട്ടേജ് വ്യത്യാസം. 3 പേരുടെയും വോൾട്ടേജ് 3 ആയിട്ടാ തന്നേക്കുന്നത്. പാരലൽ ആണെങ്കിൽ വോൾട്ടേജ് വിൽ ബി സെയിം. പിന്നെ ഈ ബാക്കി ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അയാൾ ആലോചിച്ച പോലെ ഞാൻ ആലോചിച്ചില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കരുതേ. നമ്മൾ ക്വസ്റ്റ്യൻസ് കുറച്ചിങ്ങനെ കണ്ട് പരിചയം വരുമ്പോൾ ഇത് പയ്യെ അങ്ങ് ശരിയായിക്കോളും കേട്ടോ. അയ്യോ എനിക്ക് ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കാൻ പറ്റിയില്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കരുത്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അത് പയ്യെ ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമാകുമ്പം നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ വഴികൾ തെളിഞ്ഞു വന്നോളൂ. പറയുന്ന കേട്ടോ. ഞാനിപ്പം ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉടനെ എനിക്ക് തോന്നുന്ന ബുദ്ധിയൊന്നും അല്ല ഇത്. ഞാൻ ഫ്രഷ് ആയിട്ടിരുന്ന് ഞാൻ നിങ്ങളെ പോലെ ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ എനിക്കും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമായി വരുമ്പോഴേ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് എത്തത്തുള്ളൂ. അതുകൊണ്ട് ആലോചിച്ച് വിഷമിക്കരുത്. എനിക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് തൽക്കാലം വിഷമിക്കരുത്. കുറെ ക്ലാസ്സുകളും കൂടെ കഴിഞ്ഞിട്ട് കുറെ പ്രോബ്ലം കൂടെ ഒക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വർക്ക് പോരെന്ന അതിന്റെ അർത്ഥം കേട്ടോ. നമുക്ക് നോക്കാം ശരിയാവോ, നമുക്ക് നോക്കണമല്ലോ. ശരി, അപ്പൊ ഈ കാര്യം പറയാം. കറണ്ട് സെയിം ആ 3 പേരുടെ കാര്യത്തിൽ. ഇനി നോക്കേ, I സെയിം ആ. അങ്ങനെ I അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് കൂടണമെങ്കിൽ ആര് കൂടുതലായിരിക്കണം? I × XL, I × XC. അതെ, I × XL is less than I × XC, അല്ലെങ്കിൽ I × XC is greater than I × XL. രണ്ടിടത്തുനിന്നും കറണ്ട് അങ്ങ് മാറിക്കഴിഞ്ഞാൽ XC കൂടുതലായിരിക്കണം. കപ്പാസിറ്റൻസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ, കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ പവർ ഫാക്ടറിന്റെ ജോലി പവർ ഫാക്ടറിന്റെ നേച്ചർ ലീഡിങ്. അത്രേ ഉള്ളു കാര്യം. ഓക്കെ ആണോ? ഓക്കെ സർ. ഇതേ രീതിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. ഈ സെയിം പാറ്റേണിൽ വരുന്ന എന്നാ കൺസെപ്റ്റ് ഒരു ഇച്ചിരി വ്യത്യാസമുള്ള
അതാകുമ്പോൾ ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ കിടക്കുകയും ചെയ്യും. തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ താല്പര്യം വരികയും ചെയ്യും. ക്വസ്റ്റ്യൻ എഴുതുവോ? ഇൻ എ സീരീസ് RLC സർക്യൂട്ട്, ഇൻ എ സീരീസ് RLC സർക്യൂട്ട്, the voltage at resonance, in a series RLC circuit, the voltage at resonance across RLC, voltage across RLC are 60 volt, 80 volt and 80 volt. 60 volt, 80 volt and 80 volt. Then applied voltage is നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് സമാധാനത്തിൽ ആലോചിച്ചേ. വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. രക്ഷയില്ല. 60 വോൾട്ട് നാളുണ്ട്. ആരാ? വിനോദാണോ? അതെ. ശരി. വേറെ ആരെങ്കിലും എന്തെങ്കിലും ആൻസർ? രക്ഷയില്ല. ഡി ആണോ സർ? ഡി, √60 സ്ക്വയർ പ്ലസ് 160 സ്ക്വയർ. ആരാ അത്? ശാരിക. ശരി. ഇനി ശാരിക എങ്ങനെ ആൻസറിലോട്ട് എത്തിയേ? പറഞ്ഞേ. അത് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റെസിസ്റ്റൻസിന്റെ അക്രോസിന്റെ വോൾട്ടേജ് പ്ലസ് ഡിഫറൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പം ടോട്ടൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ കണക്കിൽ അപ്ലൈ ചെയ്ത അതേ ടെക്നിക്ക് അപ്ലൈ ചെയ്താൽ ടോട്ടൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു √60 സ്ക്വയർ പ്ലസ് 80 minus 80 the whole square. എന്ത് തന്നെ കിട്ടും? 60 തന്നെ കിട്ടും. വിനോദേ, ഇതുകൊണ്ടല്ലേ ആൻസർ 60 എന്ന് പറഞ്ഞത്? അതെ സാർ. സിമ്പിൾ പരിപാടിയാണ്. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത അതേ പരിപാടി തന്നെ, അതേ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്താൽ മതി. 60, 80, 80. പക്ഷേ ബേസിക് ലോജിക്കിന് നിരക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് തോന്നാം ആലോചിച്ചാൽ. റെസിസ്റ്റൻസിന്റെ വോൾട്ടേജ് മാത്രം ഉണ്ട് 60, പിന്നെ ടോട്ടൽ വോൾട്ടേജ് എങ്ങനെയാ ആ 60 തന്നെ ആവുന്നത്? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചായിരുന്നോ ഈ കൂട്ടത്തിൽ? അറ്റ്ലീസ്റ്റ് റെസൊണൻസ് കണ്ടീഷൻ വരുമ്പം R വരുമല്ലോ. അതെ, ഈ കേസ് റെസൊണൻസ് കണ്ടീഷൻ വന്നില്ലെങ്കിലും നമുക്ക് ബേസിക് ആയിട്ട് ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ സെറ്റാ.
റെസൊണൻസ് കണ്ടീഷൻ വരുമ്പോ ഇസഡ് ഈക്വൽ ടു അതുകൂടെ പറ. Z equal to R. R. ഇസഡ് ഈക്വൽ ടു ആർ അറ്റ് റെസൊണൻസ് എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് ഇസഡ് ഈക്വൽ ടു ആർ. രണ്ട് സൈഡിൽ ഒരു കറണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ടോട്ടൽ വോൾട്ടേജും ഇത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസും. ടോട്ടൽ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു Voltage across resistance. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ്. ഇനി എക്സ് എൽ ഈക്വൽ ടു എക്സ് ഇസഡ് എന്ന് പറയുന്നത് മൂന്ന് പേരും അവിടെ ഉണ്ടായിരുന്നു. റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്. മൂന്ന് പേരെ ഒരു എ സി സപ്ലൈയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എക്സ് എല്ലും എക്സിയും തമ്മിൽ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. എക്സ് എല്ലും എക്സിയും തമ്മിൽ ക്യാൻസൽ ആവാന്ന് പറഞ്ഞാൽ ആ ഫിഗർ പിന്നെ ഇങ്ങനെയാ. എക്സ് എല്ലും ഇല്ല, എക്സി ഇല്ല. ഇത് ഇത്രേ ഉള്ളൂ ആ പടത്തിൽ. റെസിസ്റ്റൻസ് മാത്രം ഇരിക്കുന്ന പോലെ ഇരിക്കും. യഥാർത്ഥത്തിൽ എക്സ് എൽ എക്സി ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവർ തമ്മിൽ ക്യാൻസൽ ആയ പോലെയാണ് എഫക്റ്റ് വരിക. അപ്പം ഇത്രേ കാണുള്ളൂ സർക്യൂട്ടിൽ. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജ് അത് 60 ആയാലും 500 ആയാലും അത് ആർക്ക് തന്നെ കിട്ടും? ആറിന് മാത്രമായിട്ട് കിട്ടുള്ളൂ. ഓക്കെ ആണോ? ഇതിൽ ഏത് രീതി ചിന്തിച്ചാലും നമുക്ക് ആൻസറിലോട്ട് എത്താം. ഒന്നെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ആൻസറിലോട്ട് എത്താം, അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് ആൻസറിലോട്ട് എത്താം. ഇവർ തമ്മിൽ ക്യാൻസൽ ആവുമെന്ന് പറഞ്ഞ് ഈ സർക്യൂട്ട് ഉപയോഗിച്ച് ആൻസറിലോട്ട് എത്താം. ഏത് രീതി ചിന്തിച്ചാലും ഓക്കെയാ. ഇനി ആ റൂട്ട് ഓഫ് 60² പ്ലസ് 160² എന്ന് പറഞ്ഞ ആളെന്ത് ചെയ്യും? ഞാൻ തന്നെയാ പറഞ്ഞത്. ഈ ഇക്വേഷൻ പറഞ്ഞത് ശാരികയല്ലേ? അത് ഞാൻ എവിടെയോ ജസ്റ്റ് ഒരു ശ്രദ്ധ കുറവിന്റെ പ്രശ്നമാണ്. ശരിയല്ലേ? ഒരു മിനിറ്റിലെ ഒരു സെക്കൻഡിലെ ശ്രദ്ധ വിട്ടുപോയപ്പം 160 ആണെന്ന് തോന്നിപ്പോയി. 80 + 80 എന്നുള്ള ചിന്ത വന്നു കാണും. അതാ കേട്ടോ, ഞാൻ കുറ്റം പറഞ്ഞതല്ലേ, കെയർഫുൾ ആവാൻ വേണ്ടി പറഞ്ഞാണ് ശാരിക. എന്നാ ഫൈനൽ ആൻസർ പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞ ശാരിക എന്നാ. ശരി, അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇപ്പം ആൻസർ 60 ആണെന്നുള്ളത് എല്ലാവർക്കും ഇതിനകം മനസ്സിലായി കാണും. ഇതിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാം. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മറ്റവരുടെ രണ്ടുപേരുടെയും വോൾട്ടേജ് വി എല്ലും വി സിയും ക്യാൻസൽ ആയി പോയിട്ട് വി ആർ മാത്രമേ കാണത്തുള്ളൂ എന്നുള്ള കൺസെപ്റ്റിൽ എഴുതാം. അല്ലെങ്കിൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, അപ്പൊ എത്ര വോൾട്ടേജ് കൊടുത്താലും അയാൾക്ക് തന്നെ കിട്ടും എന്നുള്ള കൺസെപ്റ്റ് വേണമെങ്കിൽ എഴുതാം. ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആണ്, ഒരു ആൻസർ എഴുതി അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റീസൺ എഴുതി കഴിഞ്ഞെങ്കിൽ ഈ ക്വസ്റ്റിനെ പറ്റി എനിക്ക് ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാനുണ്ട്. അതും കൂടെ കേട്ടിട്ട് നിർത്താം. എഴുതിയോ മക്കളെ? എല്ലാരും ഓക്കെ ആണോ? എല്ലാരും എഴുതിയല്ലോ? കുഴപ്പമില്ലല്ലോ? ശരി, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ കൊടുത്ത വോൾട്ടേജ് അപ്പൊ എത്ര? നിങ്ങളുടെ ആൻസർ എന്തുവാടോ? സപ്ലൈ വോൾട്ടേജ് എത്ര? 60. അത് ഓക്കെ. പക്ഷെ എങ്ങനെയാണ് യവന്മാർക്ക് രണ്ടുപേർക്ക് 80 വോൾട്ട് കിട്ടിയത്? ക്യാൻസൽ ആയി പോയെന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇൻഡക്ടറിനെ ഇൻഡിവിജ്വലി ഒന്ന് എടുത്തു നോക്കേ. സപ്ലൈ കിട്ടിയത് 60 വോൾട്ട്, പക്ഷെ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് എത്ര? 80. കിട്ടിയ സപ്ലൈ 60 വോൾട്ട്, കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എത്ര? 80. അവന്മാരെ സ്വന്തമായിട്ടൊന്ന് എടുത്തു നോക്കേ. കൊടുത്ത 60, അതിനേക്കാൾ കപ്പാസിറ്ററിന്റെ കേസ് നമുക്ക് പിന്നെയും കാര്യം വേണമെങ്കിൽ വിശ്വസിക്കാം. കാരണം കപ്പാസിറ്ററിന് വോൾട്ടേജ് സ്റ്റോർ ചെയ്യാനുള്ള ശേഷിയുണ്ട്. അപ്പൊ പണ്ട് എപ്പോഴെങ്കിലും സ്റ്റോർ ചെയ്തിരുന്ന 20 കൂടെ അങ്ങേരെ കാണും, അങ്ങനെ 80 ആവുമെന്ന് വിചാരിക്കും. അങ്ങനൊന്ന് വിചാരിച്ചുകൂടെ? കാരണം ഒരു സർക്യൂട്ടിൽ സപ്ലൈ ഇപ്പം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പം കൊടുത്തു എന്ന് അർത്ഥം. പണ്ട് അങ്ങേരയിൽ ഒന്നുമില്ല. എങ്ങനായി ഇത് രണ്ടും 80 ആയേ? വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ നടക്കുന്നു. വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ occurs in series resonance circuit. അതോടെ എഴുതി വെച്ചോ. In a series resonance circuit, voltage magnification will occur. In a series resonance circuit, voltage magnification will occur. ഇത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ്, ഇത് വോൾട്ടേജ് അക്രോസ് ഇൻഡക്റ്റൻസ്, ഇത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസ്. ആരുടെ വോൾട്ടേജിലാ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഒക്കർ ചെയ്യുന്നത്? ആരുടെ വോൾട്ടേജിലാ? ഇൻഡക്ടറിന്റെയും കപ്പാസിറ്റൻസിന്റെയും വോൾട്ടേജിൽ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഒക്കർ ചെയ്യും. വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ വിൽ ഒക്കർ ഇൻ ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. ആ വോൾട്ടേജ് മാഗ്നിഫിക്കേഷന്റെ അളവ് എത്ര വോൾട്ടേജ് മാഗ്നിഫൈ ചെയ്തു? റെസിസ്റ്റൻസിൽ അതേ വോൾട്ടേജ് തന്നെ, VL/V. അതല്ലെങ്കിൽ VC/V. ഇതിനെ എന്ത് വിളിക്കും?
വോൾട്ടേജ് എത്രത്തോളം മാഗ്നിഫൈ ചെയ്തു എന്നുള്ളതിന്റെ അളവിനെ എന്ത് വിളിക്കും? ക്യൂ ഫാക്ടർ ആണ്. ക്യൂ ഫാക്ടർ. ക്യൂ ഫാക്ടർ രണ്ടും ക്യൂ ഫാക്ടറിന്റെ ഇക്വേഷനാ. ക്വാളിറ്റി ഫാക്ടർ ഓർ ക്യൂ ഫാക്ടർ is the indication of voltage magnification in a resonant circuit. Voltage magnification in a resonant circuit. Voltage magnification occurs in a series resonant circuit. ആ കാര്യം എഴുതണം. വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഒക്കർ ചെയ്ത കാര്യവും എഴുതണം. ഓക്കെ ആണല്ലോ മക്കളെ? ഈ കേസിൽ ക്യൂ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ക്യൂ ഫാക്ടർ ചോദിക്കാം ഇങ്ങനെ തന്നിട്ട്. ക്യൂ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ക്യൂ ഫാക്ടർ 8/6 ആയിരിക്കും വാല്യൂ. ഫോർ 4/3 അല്ലെ 1.33 എന്നൊക്കെ ആൻസർ ഓപ്ഷന് വരാം. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇതിന്റെ ഈ സംഭവം തന്നിട്ട് വേണം ക്യൂ ഫാക്ടർ എന്ന് ചോദിക്കാം. അപ്ലൈഡ് വോൾട്ടേജിന് പകരം ക്യൂ ഫാക്ടർ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചാണ് ചെയ്തെങ്കിലും ഓരോ ക്വസ്റ്റ്യനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓരോ ക്വസ്റ്റ്യന്റെ കൂടെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതിൽ കൂടുതൽ ഡയമെൻഷൻ ആയിട്ട് ചിന്തിക്കാൻ പറ്റിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൊണ്ടുവന്നത്. ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞ് വിഷമിച്ച് പോരുത്. കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയില്ലേ ആ ക്വസ്റ്റ്യൻ അകത്തുണ്ടായിരുന്ന ഒളിഞ്ഞിരുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, സന്തോഷമാണേ. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കുറച്ച് ഇതുപോലത്തെ 1-2 വൃത്തികെട്ട ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പവർ സിസ്റ്റത്തിലോട്ട് മടങ്ങി വരാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക്